അയ്യനാരെവിടെ? അയ്യനാരേ, അയ്യനാരേ! നീ നിന്റെ സിംബോളിക് നാടകം നിർത്താവോ? ഞാൻ വന്ന് നീ കാര്യത്തിലേക്ക് വാ, കാര്യം പറ. ആ കാളവണ്ടിയിൽ രാജാവിനെ പോലിരിക്കുന്നത് ആരാണ്? നാടായ നാട് മൊത്തവും നാട്ടുകാരുടെ തല്ലുകൊണ്ട് നാണം കെട്ട് ഇവിടെ മല്ലയുദ്ധത്തിന് വന്ന ഞങ്ങളുടെ ധീര യോദ്ധാവ്, വീരാതി വീരൻ, മലയായ മലയും താണ്ടി കാട്ടൽ വസിക്കും മതയാനയെ ടെലഗ്രാം അടിച്ച് വിളിച്ചു വരുത്തി കാല് പിടിച്ച് അപ്പിയിടിച്ച് ഉണക്കി പൊടിച്ച മരുന്നത്. ചെറിയ ബോട്ടിൽ 50 രൂപ, വലിയ ബോട്ടിൽ 100 രൂപ. സാമ്പിൾ സൗജന്യം എടുക്കട്ടും. മരുന്ന് കച്ചവടത്തിന് വന്നതാണ്. പറഞ്ഞ പോലെ പറഞ്ഞു മരുന്ന് കച്ചവടമായല്ലേ. സായിപ്പും മദാമയ്ക്കും നേരം പോക്കിന് വേണ്ടി വിളിച്ചു വരുത്തി തല്ലുകൊള്ളിച്ച് നാണം കെടുത്താൻ വേണ്ടി വിളിച്ചു വരുത്തിയ ഞങ്ങളുടെ ധീര യോദ്ധാവ്, മിലിറ്ററി കോട്ടയിൽ വാലിബൻ അതാ വരുന്നു. അയ്യനാരെ, നമ്മളിപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത്? അതാ ഞാനും ആലോചിക്കുന്നത്. ഈ ബക്കറ്റും ഇല്ല, വെള്ളമില്ല, നീ എവിടെ വന്നിരിക്കുന്നേ? കണ്ടതെല്ലാം പോയി, ഇനി കാണാനിരിക്കുന്നത് നിജം. ഞാൻ എപ്പോ ഇത് പറഞ്ഞാൽ ഈ പട്ടി കിടന്നങ്ങ് ഓരയിടുവാണല്ലോ. നീ പറഞ്ഞല്ല കറക്റ്റ് തന്നെ. നമ്മുടെ കൈ ഇരിക്കുന്ന എല്ലാം പോയി, ഇനി 5 പൈസ ഇല്ല. ഈ മല്ലയുദ്ധം കൂടെ കഴിഞ്ഞാൽ പിന്നെ ഈ സീസണിൽ യുദ്ധമില്ല. പറഞ്ഞു മനസ്സിലായ? ഇത് ഏതാ കോട്ട? ഇതാണ് മെക്കോള സായിപ്പ് വാഴും അമ്പത്തൂർ കോട്ട. കാണ്, സായിപ്പിന് പേരന മെക്കോള. ഞാൻ പൊക്കോളാം. പോവല്ലേ നീ പോവല്ലേ, ഞാൻ പറഞ്ഞല്ലോ. ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ മല്ലയുദ്ധമില്ല. നമ്മുടെ 5 പൈസ ഇല്ല. ഞാൻ ഒരു കാര്യം പറയാം, നീയാണ് ഞങ്ങളുടെ അന്നദാന പ്രഭു. നീ ഈ ആക്സിഡന്റ് ഒക്കെ പറ്റിയും ചോരയൊക്കെ ഒലിപ്പിച്ച് കിടക്കുന്ന സമയത്തുണ്ടല്ലേ, നിനക്ക് കിട്ടുന്ന പൈസയാണ് ഞങ്ങളുടെ വിഹിതം. ആശുപത്രി ചെലവിന് തരത്തില്ലേ? ഈ ആശുപത്രി കിടക്കുമ്പോ എനിക്ക് എന്നാ തന്നത്? എന്നാ എനിക്ക് തിന്നാൻ തന്നത്? കുറച്ച് പാരസെറ്റമോളും കുറെ ഗുളിയാൻ തരും. അത് ഞങ്ങളുടെ റിസ്ക്. ആ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇടി കൂടി കഴിഞ്ഞപ്പോ എനിക്ക് റിസ്ക് പോലും കിട്ടിയില്ല. നിന്നടുത്ത് ഞാൻ അന്നേരം പറഞ്ഞ റെസ്കി വെള്ളം മുക്കി കഴിക്കണമെന്ന്. സൗണ്ട് കേട്ട് കാണും അവൻ. കറക്കപ്പുറക്കോ പറഞ്ഞാൽ ഇവിടെ അനൗൺസർ ഒന്നുമില്ലേ? ഇവിടെ അനൗൺസർ ഒന്നുമില്ലേ? നമ്മളെ ആരുമായിട്ടാ ഇന്നത്തെ വഴക്കോ? വഴക്കല്ലടാ, മല്ലയുദ്ധം. മല്ലയുദ്ധം. ഇവിടെ അനൗൺസർ ഒന്നുമില്ലേ? ഇന്ന് അമ്പത്തൂർ കോട്ടയിൽ മല്ലയുദ്ധം കാണാനെത്തിയിരിക്കുന്ന എല്ലാ മാളോർക്കും കോട്ടയിലേക്ക് സ്വാഗതം. ഇന്ന് മല്ലയുദ്ധത്തിന് ആദ്യമേ ഇവിടെ എത്തിയിരിക്കുന്ന മിലിറ്ററി കോട്ട വാലിബന് ആദ്യമേ സ്വാഗതം. വാലിബനുമായി മല്ലയുദ്ധം നടത്താൻ പോകുന്നത് മറ്റാരുമല്ല, മാങ്ങോട്ട് കളരിയിൽ നിന്ന് 18 അടവും പഠിച്ച് അവിടുത്തെ വാളും പരിചയം മോഷ്ടിച്ച് ആക്രി വിലക്ക് വിറ്റ് ഇപ്പൊ പണിയൊന്നുമില്ലാതെ തേരാപ്പാറ് നടക്കുന്ന ചതിയൻ ചമതകൻ. ചമതകന് ഈ കോട്ടയിലേക്ക് സ്വാഗതം. ആരോഗ്യത്തിനുള്ള സാധനം തീർക്കും കേട്ടോ. അയ്യോ, പിടിക്കണ്ട. നീയാണോ മിലിറ്ററി കോട്ട വാലിബൻ? ആണ്ടാ, എന്റെ മൂക്കിനകത്ത് കയറ്റായില്ലോടാ നീ. നിങ്ങളാ മൂക്കിക്കറ ഞാൻ യൂക്കാലിത്തയിലോ? ഒരു കൈ നോക്കാം. കൈ നോക്കുന്നടാ, കൈ നോക്കാൻ അറിയാൻ തോന്നുന്നു. ഞാൻ എന്തോടാ കാക്കാന്റെ ഒരു കൈ നോക്കാന്ന് പറഞ്ഞപ്പോ ഒരു 5-6 കൈ കൊണ്ട് വന്നിരിക്കുന്നു. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഐശ്വര്യമായിട്ട് ഒരു ദക്ഷിണ തരിക. വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്ന് ഫലം പറയാം. വൈകിട്ട് ഞങ്ങൾ വീട്ടിൽ കാണൂല. 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ മരണച്ചടങ്ങിന് പോണ്ടേ. അത് ഫിക്സ് ചെയ്തോ? പിന്നെ ഈ കോട്ടയെ ചവിട്ടിയപ്പോ ഫിക്സ് ആണോ? വന്നേ. അതെ, ഇവനുമായിട്ടാണോ ഞാൻ യുദ്ധം ചെയ്യണ്ടേ? ഇവനുമായിട്ടാണ് മത്സ്യപിടുത്തം പിടിക്കേണ്ടത്. 8 മണിയാവുമ്പോഴും ഞങ്ങൾക്ക് സ്ഥലം വിടാം. ഞാൻ തല്ലും മേടിച്ചോണങ്ങ് പോയാ പോരെ? 8 മണിക്ക് നീ എവിടെ പോണ്? വീട്ടിൽ പോകണമെന്ന്. 9 മണിയാകുമ്പോ നമ്മുടെ പള്ളി ശവക്കോട്ട കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പോകണം. അതുവഴി പോന്നെ കുഴപ്പം ഇല്ല. നീ ഉമ്പാച്ചി ഇറങ്ങുന്നു. പ്രിയമുള്ളവരെ, മല്ലയുദ്ധം ആരംഭിക്കാം. മല്ലയുദ്ധം കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി ഈ കോട്ടയുടെ അധിപൻ മെക്കോള സാഹിബിനെയും ഡയാന മദാമയെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. Ladies and gentlemen,
ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ. Thank you, darling. Happy birthday to you. Happy birthday to you. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ ടു യു സായിപ്പ് മാതാമേ ഓണ്ടല്ലോ. ആടാ അത്? ആരാ മീറ്റർ അടിച്ച് പാടിയ? ആരാ മീറ്റർ ചെത്തി പാടിയൻ? അവര് കേട്ട നിന്റെ നാക്ക് പിടിച്ചെടുത്തില്ലടാ. മീറ്റർ തെറ്റിച്ച് പാടാൻ നിൽക്കുന്നു. ഇവിടെ മാറിയുന്നു. ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു കേക്ക് മുറിച്ച് ആഘോഷിക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് വേണ്ട, ആരുടെയെങ്കിലും തല മുറിച്ച് ആഘോഷിച്ചാൽ മതി എന്ന് എന്റെ വൈഫ് പറഞ്ഞു. Yes, I want to see the red blood flowing from the head. മനസ്സിലായോ? ആരുടെയെങ്കിലും കഴുത്ത് പൊടിച്ചിട്ട് അവിടെ നിന്ന് ഒഴുകുന്ന ചുടു രക്തം ചോര കാണാനാണ് മദാമ ഇങ്ങനെ വന്നേക്കണേന്ന്. അയ്യ, അത് സായിപ്പ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിലല്ലേ ഞാൻ ഈ വാലിബനെ കൊണ്ടുവന്നേക്കുന്നത്. എന്നെയാണ് ബലി കൊടുക്കുന്നത്. വല്ലതും കഴിക്കണ്ടേ? തല പോയാ ഞാൻ പിന്നെ എന്നാ കഴിക്കാനാന്ന്? തല പോയ സിമ്പിൾ അല്ലടാ. ഞങ്ങൾ രണ്ടിങ്ങനെ ഉരുള ഉരുട്ടിട്ട് അങ്ങ് ഇട്ട് വരും. പിന്നെ നിനക്ക് വായും കുപ്പിളിക്കണ്ട, കൈയും കഴുകണ്ട. മനസ്സിലായില്ല? ലാഭമില്ലടാ. Yes, my wife want to see the pool of blood. അയ്യോ അയ്യോ. അപ്പൊ മല്ലയുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് സമ്മാനം എന്ന് പ്രഖ്യാപിക്കുന്നതാണ്. ഈ മല്ലയുദ്ധത്തിൽ ജയിക്കുന്നയാൾക്ക് ഒരു കുതിരവണ്ടിയും അതിൽ നിറയെ സ്വർണ്ണപ്പണ്ടങ്ങളും രത്നങ്ങളും സ്വന്തം. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, അവൻ ജയിക്കുമല്ലോ. അപ്പൊ ഞാനോ നോക്കുമല്ലോ. അപ്പൊ തോക്കുന്നവർക്ക് എന്നാന്ന് ചോദിച്ചേ? ആ, തോക്കുന്നവർക്ക് വല്ല പ്രോത്സാഹന സമ്മാനം ഉണ്ടോ? തോൽക്കുന്നവൻ എന്റെ അടിമ. ആ അടിമയ്ക്ക് ഞാനൊരു വിലയിടും. പട്ടിയുടെ വില. അത് നിങ്ങൾക്ക്. എന്റെ അടിമയെ ഞാൻ സ്ട്രീറ്റിൽ കൊണ്ട് ലേലത്തിന് വിൽക്കും. അയ്യോ അയ്യോ, എന്നെ റെസ്റ്റീറ്റ് കൊണ്ട് വിൽക്കാനുള്ള പരിപാടിയാ. എനിക്കറിയാം, എന്റെ അനുഭവസ്ഥനാണ്, എനിക്കറിയാം. എന്നെ വിൽക്കല്ലെന്ന് പറയുന്നത്. സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ തെരുവ്, തെരുവ്. ഓ, ചുവന്ന തെരുവ് കൊണ്ട് വിൽക്കുന്ന പറയുന്നേ. അതല്ലടാ, ചന്തയെ കൊണ്ട് വിൽക്കുന്ന പറഞ്ഞ. ചന്ത കൊണ്ട് വിൽക്കാൻ ഞാൻ ഇഞ്ചി വിത്തോ? അപ്പൊ നമുക്ക് മല്ലയുദ്ധം തുടങ്ങാം. I want to see the blood. Yes, wait, darling. മല്ലയുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് സെലിബ്രേഷൻ. എന്റെ പൊന്ന്, എന്റെ അമ്മോ, ഹാങ് ഓവർ സാധനം അത്. ആട്ടസാധനം. ആട്ടസാധന. എന്റെ പൊന്ന് സായിപ്പ, അതൊക്കെ ഒഴിച്ച് എന്റെ തൊണ്ടലെ തൊലി പോയി. അതൊന്ന് മാറ്റിപ്പിടി. ആര് പറഞ്ഞു നല്ല പിടുത്തമാണെന്ന്? ഉടനെ പഠിച്ചാൽ രണ്ടെണ്ണത്തിന്റെ ഫലം ചെയ്യും. സംഭവം പിടുത്തമൊക്കെ ശരിയല്ലേ? പക്ഷെ ഇത് വയറ്റിലെ വിറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ കണ്ണൂര് വരെ മണം അടിക്കും. വേണ്ട. അതെ, ഈ ചാവാൻ പോകുന്നൊരു സ്കോച്ചെങ്കിലും കൊടുത്തു. ഈ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ മദ്യമല്ല, ആഘോഷം. അതിന്റെ ഭാഗമായിട്ട് ആദ്യം നൃത്യമാണ് അവതരിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ പ്രശസ്തയായ നർത്തകി നാഗപട്ടണം രംഗറാണി. രംഗറാണിയെ ഈ കോട്ടയിലേക്ക് ക്ഷണിക്കുന്നു. പല്ലക്ക് വരട്ടെ. അതിങ്ങ് വരട്ടെ. പല്ലക്കില്ലേ? പല്ലക്കിന്റെ ഡ്രൈവറില്ല തോന്നുന്നു. പാടും. ഉള്ളിലാര്? உள்ளே நாகப்பட்டினம் ரெங்கராணி. வெளியே யாரு? വെളിയിൽ ഇസ്പേഡ് ഗുലാൻ. എതുക്കാக ഇങ്ങ വന്നിരിക്കുന്ന சொல்ல முடியாம? മലയാളത്തിൽ പറ. പറ്റുന്ന ചെയ്യണം. മലയാളത്തിൽ പറ. നീ എന്തിനാണ് ഇവിടെ വന്നത്? നായേ അരുമ പുരുഷനെ തേടി വന്നേ. അവനെ കാണാമ പോയിട്ട്. അവനെ തേടി പിടിച്ചു തന്നാൽ എന്ത് തരും? എൻ പുരുഷനെ തേടി തന്നാ അവനെ എനക്ക് പുരുഷ. ഹീറോ ഓഫർ തപ്പടാടേ. Hey, what are you doing, man? Come and sit here. സായിപ്പ് മലയാളം പറഞ്ഞടാ. അച്ഛൻ മലയാളിയാ. അച്ഛൻ മലയാളിയാ. ലണ്ടനിലുള്ള ഞങ്ങളെ കോട്ടയിൽ ജോലിക്ക് വന്നേ, അടുക്കള പണിക്ക്. അവിടെ വേറെ ജോലിക്കാരെ എടുക്കൂ? ഇല്ല, ഞാൻ ജനിച്ചളഞ്ഞപ്പോഴേ അടുക്കള പൊളിച്ച് കളഞ്ഞു. അപ്പൊ നിർത്താം. നൃത്യങ്ങൾ ആരംഭിക്കുന്നു. രംഗറാണിയുടെ നൃത്തം. ചിന്തിച്ചോ നീ, ശരിക്കും ചിന്തിച്ചോ നീ, ഇടയ്ക്കിടെ മനസ്സിൽ എന്നെ ചിന്തിച്ചോ നീ, ചിന്തിച്ചോ നീ, ശരിക്കും ചിന്തിച്ചോ നീ, കൺമുനയാൽ തലോടി എന്തോ മന്ത്രിച്ചോ നീ, നിറങ്ങളാൽ ഉണർന്ന രാവിൽ കൊലുസിതിൻ കിലുക്കമോടെ അടുത്തു ഞാൻ വരുന്ന നേരം അന്തിച്ചോ നീ, ജമന്തിതൻ ദളങ്ങളോടെ വിരിഞ്ഞൊരു കിനാവിലെ
തുടങ്ങട്ടെ. എടാ, വാടാ. ദേ പോന്നു നൈസ്. അടി അടി വളർത്തിയടി. വല്ലത് വ്യക്തി പേരെന്താ? രവികുമാർ. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? ഓ അങ്ങനെ അങ്ങ് പോണ്. നമ്മളിന്ന് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടണം. അത് ശരിയാ. ആ ഒരു ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഇനി എന്തിനാ അതാ ഞാൻ ആലോചിക്കുന്നത്. ആലോചിക്കണേ? ആ എവിടെ വീട്? എവിടെ? വീടൊക്കെ പാലക്കാട് ചിറ്റൂര്. ചിറ്റൂരാ? ആ ചിറ്റൂര് എവിടെ കണ്ടേ? ചിറ്റൂര് നെടുമാറൊക്കെ അടുത്ത് വരും. അവിടെ ഈ ഒരു തയ്യൽ കട നടത്തുന്ന രാഘവൻ ചേട്ടൻ അറിയോ? ആ രാഘവൻ ചേട്ടൻ രാഘവൻ ചേട്ടൻ്റെ അറിയാം. രാഘവൻ ചേട്ടന്റെ ഭാര്യ സുലോചന. സുരോധന കുഞ്ഞമ്മയുടെ ഇളയ പോയി. അയ്യോ അത് പറ. അപ്പൊ നമ്മൾ അത് ശരി. അല്ലേ? കുമാരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ നിന്നാ മതി. അതെ. ഇരിക്കണ്ട, മേത്ത് കൊള്ളാതെ ചുമ്മാ ആക്ഷൻ കാണിച്ച് നിന്നാ മതി. എന്റെ കാര്യം അറിയത്തില്ലല്ലോ. എനിക്ക് രക്തം കണ്ട തല ഇറങ്ങും. അതല്ലേ എന്നെ കോഴിക്കടന്ന് പറഞ്ഞു വിട്ടത്. ഉൾക്കടലായിരുന്നോ ആ ജോലി? കോഴിക്കടന്നായിരുന്നു. അത് ശരി. സ്റ്റാർട്ട്. മല്ലയുദ്ധം. അടിക്ക്. അടി അടി അടി. നീങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല ഞാനാം പൂമരത്തിൽ വളർന്നു കുഞ്ഞുമുട്ട എഴുന്നേക്കടാ. അടി. അതൊക്കെ പതുക്കെ കൊള്ളിക്കരുത്. Stop, stop, stop. Hey, what are you doing? They are fooling us. Go and hit them. ബ്രിട്ടീഷുകാരൊക്കെ മണ്ടന്മാരാണെന്ന് കരുതിയോ? മല്ലൻ ചത്തേ. ഞാൻ ജയിച്ചേ. ഇവനെ പിടിച്ച് ചങ്ങലക്കിടോ. അയ്യോ, ചങ്ങലക്കിടാൻ എനിക്ക് ഭ്രാന്തല്ല. അയ്യോ, എന്നെ ചങ്ങലക്കിട. എന്നെ ചങ്ങലക്കിടല്ലേ? എനിക്ക് ഭ്രാന്തില്ലേ? എനിക്ക് ഭ്രാന്തില്ലേ? ചങ്ങലക്ക് സായിപ്പേ, പുറത്തു നിന്ന് കളി കാണാതെ കളത്തിലിറങ്ങും. Go, man. ഞാൻ പോവില്ല. Go. No. Hey, go and fight with them. കണ്ടതെല്ലാം പോയി. ഇനി കാണാനുള്ളത് നിജം. കണ്ടതെല്ലാം പോയി. ഇനി കാണാനുള്ളത് നിജം. ഇതെന്നാ പട്ടി കുറയ്ക്കാത്ത? അത് ശരി, നിങ്ങളായിരുന്നു ഈ പട്ടി കുറച്ചോണ്ടെന്ന്. അപ്പൊ എനിക്കിട്ട് പണിയേ ചെയ്തല്ലേ? ഇവന് കൊടുക്കൂ ഒരു കുതിര വണ്ടി നിറയെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Yes. നിനക്ക് സമ്മാനം കിട്ടിയിരിക്കുന്നു. എന്നാ പിന്നെ ഈ സമ്മാനം മാത്രം പോരാ, ആ രംഗറാണി അങ്ങനെ വിളിക്കുന്നത്. രംഗറാണിയെ തരാൻ പറ്റില്ല. അതാ എനിക്ക് കൊണ്ടുപോകാനല്ലെന്ന്, ഒരു സെലിബ്രേഷൻ. ശങ്കറാണി. ചിന്തിച്ചോ നീ കൺമുനയാൽ തലോടി എന്തോ മന്ത്രിച്ചോ